വെൽക്കം ടു നൈനാസ് കിച്ചൺ. ഞാൻ ഇന്ന് എൻ്റെ കുറച്ച് ഇൻഫർമേഷൻ എൻ്റെ യൂട്യൂബ് ചാനൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്നോർത്താണ് ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് 1,00,000 സബ്സ്ക്രൈബർ ആയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ സാധാരണ എല്ലാവരും അങ്ങനെയൊക്കെയാണ് ചെയ്യണത്. അപ്പം ഞാൻ എന്താണ് ഈ ഒരു 2300 സബ്സ്ക്രൈബർ ആയപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാൽ, ഞാൻ ഈ ചാനലിൽ കുറച്ച് വ്ളോഗുകളൊക്കെ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. സത്യത്തിൽ ഇതൊരു സെപ്പറേറ്റ് ചാനലായിട്ട് തുടങ്ങി കുറച്ച് വ്ളോഗ്സ് ആഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. മുന്നേ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ അത് വേറൊരു റിലേറ്റഡ് ചാനലായിട്ട് തുടങ്ങി അതിൽ കുറച്ച് യൂസ്ഫുൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ചെറിയ മോളുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ചാനൽ തുടങ്ങുമ്പോൾ എനിക്കതിൽ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റില്ല, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ വ്ളോഗിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ താമസിക്കുന്ന ഖത്തറിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടുത്തെ കുറേ യൂസ്ഫുൾ ഇൻഫർമേഷൻസ്, ഇവിടെ പുതിയതായിട്ട് താമസിക്കുന്നവർക്കൊക്കെ ഹെൽപ്ഫുൾ ആവണം. നമുക്ക് റീസണബിൾ പ്രൈസസിന് നമ്മുടെ ഡെയിലി നീഡ്സിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടുന്ന സ്ഥലങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള നല്ല ഷോപ്പുകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ യൂസ്ഫുൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്ളോഗ്സ് ഇടുമ്പോൾ ഞാൻ എന്താണ് ഏതാണെന്നൊക്കെ നിങ്ങൾ അറിയാതെ പെട്ടെന്ന് വന്നൊരു വ്ളോഗ് ചെയ്യുമ്പോൾ അതെനിക്ക് എന്തൊരു ലോജിക്കിന് അതൊരു ശരിയായിട്ട് തോന്നണില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ വിചാരിക്കണം. പിന്നെ നിങ്ങൾക്ക് എല്ലാവരും എന്നെ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാനൊരു ഇൻട്രൊഡക്ഷൻ ചെറിയൊരു എൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളതിലെല്ലാം ജസ്റ്റ് വോയിസേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നെഹന, പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ്. പക്ഷെ പണിയൊന്നുമില്ലാണ്ട് വീട്ടിലിരിക്കുകയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി ഖത്തറിൽ സെറ്റിൽഡ് ആണ്. എനിക്ക് 2 മക്കളുണ്ട്. മൂത്താൾ 6th, മൂത്താൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ, 6 വയസ്സ്. ഇളയ മോള് 6 മാസമായി. അങ്ങനെ 2 പെൺമക്കളാണ് എനിക്കുള്ളത്. പിന്നെ എൻ്റെ വീട് എറണാകുളത്താണ്. എന്നെ കല്യാണം കഴിച്ചിട്ടുള്ള തൃശ്ശൂർക്കാണ്. പിന്നെ പറയുകയാണെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, മോളൊക്കെ ഞാൻ പണ്ടേ തന്നെ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം മോള് ജനിച്ചതിന് ശേഷമുള്ള എന്ത് വീഡിയോ ചെയ്താലും എക്സ്പെരിമെൻ്റ് ചെയ്ത് ശരിയാവണത് ഒരു ഡയറിയിൽ എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മോളൊക്കെ വലുതായി സ്കൂളിൽ പോകാനൊക്കെ തുടങ്ങി. എനിക്ക് ഒരുപാട് സമയം, KG ആയപ്പോൾ സമയം കുറേ ഉണ്ട്. ഇവർ കാലത്ത് പോയി ഉച്ചയ്ക്ക് വരുന്നവരെ ഒന്നും ചെയ്യാനില്ലാണ്ടായിട്ട് ഇരുന്നപ്പോൾ എല്ലാവരും പറയലുണ്ട്, ചാനൽ തുടങ്ങിക്കോ, യൂട്യൂബ്സ് ഇടും, നിൻ്റെ വീഡിയോസ്, നിൻ്റെ റെസിപ്പി നല്ലതാണ്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് 2 പ്രശ്നം ഉണ്ടായിരുന്നു ചാനൽ തുടങ്ങാനായിട്ട്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഫ്രണ്ട്സൊക്കെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, ട്രോളോ എന്നൊക്കെ ഉള്ളൊരു സംശയം. പിന്നെ ഇനി ഇതിന് മോശം കമൻറ്റ് വരുമ്പോൾ ഉള്ളൊരു ടെൻഷൻ, അതെല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും ഉണ്ടായി. പിന്നെ വേറൊരു പ്രശ്നം, ഇപ്പം നിങ്ങൾക്കറിയാം എൻ്റെ സംസാരം ഭയങ്കര സ്പീഡാണ്. അപ്പം ഇത് മറ്റുള്ളവർക്ക് ക്യാച്ചിങ് ആവുമോ എന്നുള്ളൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ സ്ലോ ആയിട്ട് ഒരു ആർട്ടിഫിഷ്യലായിട്ട് സംസാരിച്ചാലുണ്ടല്ലോ, എൻ്റെ ഫ്ലോ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എനിക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയല്ലേ ആവാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് വിചാരിച്ചത് ഒരു 250 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് സത്യത്തിൽ വിചാരിച്ചത്. എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട് സർക്കിൾ, അങ്ങനെയുള്ളവർ മാത്രം. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് എൻ്റെ ആദ്യത്തെ വീഡിയോസിലൊക്കെ ഈ കുറച്ച് എൻ്റെ ആ റെസിപ്പി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എൻ്റെ ലൈഫായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, എൻ്റെ മക്കൾ വലുതാകുമ്പോൾ ഇനി ഡയറി ഒന്ന് നോക്കി കുക്ക് ചെയ്യാനൊന്നും ഇനിയുള്ള ജനറേഷൻ പോണില്ല. അപ്പോൾ ഇനി അവർക്ക് എൻ്റെ ഫുഡ് മിസ് ചെയ്യാണ്, അവരെൻ്റെ വീഡിയോ ഒക്കെ കണ്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇതൊക്കെ കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുറേ അറിയാത്ത ആൾക്കാർ, സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നപ്പോൾ അവർക്ക് ബോറടിക്കും എന്ന് ഓർത്ത് ഇപ്പം ഞാൻ സ്ട്രെയിറ്റ് ആണ് വീഡിയോസൊക്കെ ഇടുന്നത്. ഇനി അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇത്രയും ഞാൻ ഇട്ട വീഡിയോസ് ഉണ്ടല്ലോ, എല്ലാം നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് സക്സസ് ആവുന്ന ഉറപ്പുള്ള വീഡിയോസാണ്. ചെറിയതായിരിക്കും, സിമ്പിളായിരിക്കും, പക്ഷെ എല്ലാം ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത നമ്മുടെ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അത്രയും ഞാൻ ഉദ്ദേശിക്കണുള്ളൂ. അപ്പം എനിക്ക് സമയം, ഇപ്പം എനിക്ക് ചെറിയ മോളായപ്പോൾ തിരക്കൊക്കെ ആയി, പക്ഷെ എന്നാലും സമയമുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷൻ മനസ്സിന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ചാനൽ തുടങ്ങാനുള്ള കാരണം. അപ്പോൾ എനിക്ക് കുക്കിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ജോലിയൊക്കെ നോക്കിയപ്പോൾ ആദ്യമൊക്കെ കുറേ സാഹചര്യം കൊണ്ട് അങ്ങനെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. പിന്നെ നോക്കിയപ്പോൾ റിസിഷനൊക്കെ കാരണം അങ്ങോട്ട് പിന്നെ കുറേ കോഴ്സ് കഴിഞ്ഞ് കുറച്ച് കൊല്ലമൊക്കെ ആയതുകൊണ്ടൊക്കെ ശരിയാവണമില്ല. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഇരുന്നപ്പോൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ദിവസം വെറുതെ ഒരു ഉഴുന്നുവടയുടെ വീഡിയോ എടുത്തിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോൾ അവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ധൈര്യത്തിലാണ് ഈ ചാനൽ തുടങ്ങിയത്. അതുവരെ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല.
അങ്ങനെ പിന്നെ അവരൊക്കെ തന്നെ ഷെയർ ചെയ്തിട്ടായിരിക്കും, അങ്ങനെയുള്ളവരായിരിക്കും എന്ന് തോന്നുന്നു സബ്സ്ക്രൈബേഴ്സായിട്ട് വന്നതെന്ന് വിചാരിക്കണം. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. ഇത്രയൊക്കെ എനിക്കുള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പം ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗ് കുറച്ചൊക്കെ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. മോളുള്ളതുകൊണ്ട് വിചാരിക്കുന്ന പോലെ നടക്കുമെന്നൊന്നും എനിക്ക് അറിയില്ല, അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുറേ വീഡിയോസ് എടുക്കുന്നുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. ആഴ്ചയിൽ 3 വീഡിയോസെങ്കിലും ഇടണമെന്ന് വിചാരിക്കും, പക്ഷേ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് ആ ഒരു കൺസിസ്റ്റൻസി എനിക്ക് കീപ്പ് ചെയ്ത് പോകാൻ പറ്റാത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള അനുഗ്രഹം ദൈവം തരട്ടെ. എല്ലാവർക്കും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ പറ്റട്ടെ. ഗോഡ് ബ്ലെസ് ഓൾ. താങ്ക് യു.